മന്ത്രിമാരും മുൻനിര നേതാക്കളും നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരും അണിനിരന്ന വേദിയിലായിരുന്നു ജനരക്ഷായാത്രയുടെ തുടക്കം. CPM-നെയും BJP-യെയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു നേതാക്കളുടെ പ്രസംഗം. BJP-യുടെ രാഷ്ട്രീയം നാടിനെ വിഭജിക്കലാണെന്നും ഇതിന് തടയിടേണ്ടത് പൊതുസമൂഹത്തിന്റെ ചുമതലയാണെന്നും എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഇപ്പോഴത്തെ പിണറായിയുടെയും RSSന്റെയും മനസ്സിൽ വന്ന മാറ്റം യഥാർത്ഥ സമാധാനത്തിന് വേണ്ടിയാണെങ്കിൽ നമ്മൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. സമാധാനം അതാണ് കോൺഗ്രസ് എന്നും പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് കോൺഗ്രസ് എന്നും നിലനിൽക്കുന്നത്. യോഗാഭ്യാസം കൊണ്ട് CPM ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രത്യയശാസ്ത്ര അപജയത്തെ മറികടക്കാനാവില്ലെന്ന് രമേശ് ചെന്നിത്തലയുടെ പരിഹാസം. യോഗാഭ്യാസം കൊണ്ടും ധ്യാനം കൊണ്ടും കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി രക്ഷപ്പെടുമെന്ന് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും വിചാരിക്കണ്ട. UDF-ന്റെ ഭരണ തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും ജനരക്ഷായാത്രയിലൂടെ ഇത് സഫലമാകുമെന്നും KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. എൻഡോസൾഫാൻ വിരുദ്ധ സമിതി പ്രവർത്തക ലീലാകുമാരി തന്റെ കയ്യിലെ മോതിരം സുധീരന് കൈമാറിക്കൊണ്ടാണ് ജാഥയ്ക്ക് അഭിവാദ്യമർപ്പിക്കാനെത്തിയത്. ഈ മോതിരം എൻഡോസൾഫാൻ ദുരിതബാധിതരെ സഹായിക്കാൻ ജില്ലാ കളക്ടറെ ഏൽപ്പിക്കുമെന്ന് VM സുധീരൻ അറിയിച്ചു. CPM വിരുദ്ധ രാഷ്ട്രീയത്തിനൊപ്പം BJP വിരുദ്ധ രാഷ്ട്രീയവും മുഴച്ചുനിന്നു ജനപക്ഷയാത്രയുടെ ഉദ്ഘാടന വേദിയിൽ. അടിയൊഴുക്കുകൾ കോൺഗ്രസ് തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് കൂടിയായി ജനപക്ഷയാത്രയുടെ ഉദ്ഘാടന വേദി. കാസർഗോഡ് നിന്നും റിപ്പോർട്ടർ ഷെഫീഖ് നസറുള്ളയ്ക്കും ക്യാമറ പേഴ്സൺമാരായ റോബിനും രാജേഷിനൊപ്പം ജയേഷ് രാഘവൻ, മീഡിയ 1.